SSC പരീക്ഷകളുടെ വെൻഡർ മാറിയതിന്റെ ഭാഗമായി പരീക്ഷയിൽ ഒരുപാട് മാറ്റമുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എന്താണ് മാത്സിലുള്ള മാറ്റം, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഇനിയുള്ള നിങ്ങളെ പഠനം മാറ്റി വെക്കേണ്ടത്, നിങ്ങളെ സ്ട്രാറ്റജിയിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം, ഏതൊക്കെ ടോപ്പിക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ തീർച്ചയായിട്ടും മുഴുവനായിട്ട് കാണുക, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇപ്പോൾ നിങ്ങൾക്കറിയാം പുതിയ വെൻഡർ വന്നിട്ടുണ്ട്. പുതിയ വെൻഡർ വന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ചുറ്റിനും നടക്കുന്നുണ്ട്. കുറേ ആളുകൾ പ്രതിഷേധിക്കുന്നുണ്ട്, കുറേ ആളുകൾ സ്റ്റാറ്റസ് ഇടുന്നുണ്ട്, കുറേ ആളുകൾ നേരിട്ട് പോയി പ്രതിഷേധിക്കുന്ന സംഭവമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ കണ്ടന്റിലേക്ക് പോവാം. ഒന്നാമത്തത്, ചേഞ്ചസ് അക്സെപ്റ്റ് ചെയ്യുക. ഒരിക്കലും ഒരു തിരിച്ചുപോക്ക് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ചില കുട്ടികളൊക്കെ ഇപ്പോഴും വിചാരിക്കുന്നുണ്ട് TCS തിരിച്ചു വരും, ഞാൻ പഠിച്ച പാറ്റേണിലേക്കുള്ള ക്വസ്റ്റ്യൻസ് വീണ്ടും തിരിച്ചു വരും, എനിക്കത് ചെയ്യാൻ കഴിയും, ഞാൻ 2 വർഷമായിട്ട് കഷ്ടപ്പെടുത്ത് പഠിച്ചതല്ലേ, ഇനി ഇത് മാറ്റി ഞാൻ വേറെ പഠിക്കണോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇനി അത് ഉണ്ടാവില്ല. പുതിയൊരു സാധനം വന്നു, ആ പുതിയതിലേക്ക് നമ്മൾ അഡാപ്റ്റ് ആവുകയാണ് വേണ്ടത്. ഇനി അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പ്രതികരിക്കേണ്ടതെന്നല്ല, സ്റ്റിൽ നമ്മൾ ആ ചേഞ്ചസ് അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് പുതിയ പാറ്റേൺ മനസ്സിലാക്കി അതിനനുസരിച്ച് നിങ്ങളെ സ്ട്രാറ്റജി മാറ്റണം. ഇത് നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഏത് പരീക്ഷ എഴുതുന്ന ആളുകളാണെങ്കിലും ഫോളോ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഇത് ആദ്യം മനസ്സിൽ ഉറപ്പിക്കണം, ഇനി ഇത് പുതിയത് പഠിച്ചേ പറ്റുള്ളൂ. ഇനി നമുക്കതിൽ മടിയുള്ളപ്പോഴാണ് നമ്മൾ എന്ത് ചിന്തിക്കുക, പഴയ ആൾ തിരിച്ചു വരട്ടെ, പഴയ ആൾ തിരിച്ചു വന്ന് നമ്മളെ രക്ഷിക്കട്ടെ. ഒരിക്കലും അത് ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഇതാണ്, ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടി ഈ സിസ്റ്റം മാറാൻ വേണ്ടി പോകുന്നില്ല. സിസ്റ്റത്തിനനുസരിച്ച് നിങ്ങൾ മാറുക. നിങ്ങൾ കോമ്പറ്റീറ്റീവ് എക്സാം എഴുതുന്നത് സർക്കാർ ജോലി കിട്ടുക എന്നുള്ളതാണ് ലക്ഷ്യം. അവിടെ നിങ്ങൾ ഒരു പോയിന്റിൽ നിങ്ങൾ സെൽഫിഷ് ആവേണ്ടതായിട്ടുണ്ട്. ആ സെൽഫിഷ് ആവേണ്ട സമയമാണ് ഇപ്പോൾ. കാരണം ഒരുപാട് കുട്ടികൾ പാറ്റേൺ മാറിയത് മനസ്സിലാക്കി പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പഠിക്കാൻ നിങ്ങൾ തയ്യാറാവണം. ഇതൊരിക്കലും പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. പലരും വീഡിയോൻ്റെ ഇടയിൽ കമന്റ് ഇടാറുണ്ട്, ഇങ്ങനെ പേടിപ്പിക്കരുത്, ചേഞ്ചസ് ഉണ്ട് എന്ന് പറഞ്ഞ് പേടിപ്പിക്കരുത്. നിങ്ങൾ ചേഞ്ചസിൽ നിന്ന് ഒളിച്ചിരുന്നത് കൊണ്ട് കാര്യമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പഠിക്കണം. ചേഞ്ചസിൽ നിന്ന് ഒളിച്ചിരുന്നിട്ട് നിങ്ങൾ എക്സാം ഹാളിൽ ചെന്നിരിക്കുമ്പോൾ അപ്പോഴാണ് ആ ചേഞ്ചസ് കാണുന്നതുണ്ടെങ്കിൽ അത് വലിയ തിരിച്ചടിയാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് ഇപ്പോഴേ ഇതൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇപ്പം ഞാനിന്ന് മാത്സിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ ടോപ്പിക്കുകൾ മസ്റ്റായിട്ടും കവർ ചെയ്തിരിക്കണം എന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ അതിൽ ആദ്യമായിട്ട് എനിക്ക് അരിത്തമെറ്റിക്കാണ് പറയാനുള്ളത്. അരിത്തമെറ്റിക്കിന്റെ എക്സാം റിവ്യൂ, അതായത് ഓരോ കുട്ടികളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് സാധാരണ പോലെ അല്ല സാർ, അരിത്തമെറ്റിക് അത്യാവശ്യം ലെങ്തി ആയിട്ടുണ്ട്, കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ട്, ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ നീളം കൂടിയതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് അധികം കാൽക്കുലേറ്റീവ് ആയിട്ട്, സാധാരണ നമുക്കറിയാം അരിത്തമെറ്റിക് ചോദിക്കുന്ന ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും കട്ട് ചെയ്ത് പോകുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഈവൻ ഇപ്പൊ അവസാനം ചോദിച്ച TCSന്റെ CGL ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പോലും എല്ലാം നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സിമ്പിൾ ആയിട്ടുള്ള നമ്പേഴ്സ് വെച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇവിടെ അത്യാവശ്യം കാൽക്കുലേറ്റീവ് ആവുന്നുണ്ട്, ടൈം കൺസ്യൂമിങ് ആണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഓൾസോ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ കുറച്ചും കൂടെ കൺഫ്യൂസിങ് ആണ്, സാധാരണ പോലെ അല്ല. ഇത്രയും മാറ്റങ്ങളാണ് അരിത്തമെറ്റിക്കിൽ ഓവറോൾ നമ്മൾ ഉണ്ടായിട്ടുള്ളത്. അരിത്തമെറ്റിക്കിന് മൊത്തത്തിലുള്ള മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അരിത്തമെറ്റിക്കിൽ സ്ഥിരമായി നല്ല മാർക്ക് സ്കോർ ചെയ്യുന്ന ആളുകൾക്ക് തിരിച്ചടിയാണ്. അരിത്തമെറ്റിക്കിൽ ഇനി വരുന്ന പരീക്ഷകളിൽ നിങ്ങൾക്ക് കുറച്ചേ അറ്റൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. പുതിയ പാറ്റേൺ മനസ്സിലായി വരുന്നത് വരെ കുറച്ചേ അറ്റൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. കാരണം എന്താ, ഈ പറയുന്ന പ്രശ്നങ്ങളാണ്. ഈ പറയുന്ന പ്രശ്നങ്ങളുള്ളതുകൊണ്ട് തന്നെ സെലക്ഷൻ പോസ്റ്റിന്റെ ഡിഗ്രി ലെവൽ പരീക്ഷയിലൊക്കെ വളരെ കുറച്ച് അരിത്തമെറ്റിക് മാത്രം എഴുതിയ കുട്ടികളുണ്ട്, സ്ഥിരമായി നല്ലപോലെ സ്കോർ ചെയ്തിരുന്ന ആളുകൾ. അപ്പോൾ നിങ്ങൾ അരിത്തമെറ്റിക്കിലുള്ള എക്സ്പെക്ടേഷൻ വളരെ ലോ ആക്കി വെച്ചോളാം. അവിടെ നമുക്ക് നിറയെ സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള പ്രതീക്ഷ വെക്കരുത്. സ്റ്റിൽ എക്സ്പെക്ട് ചെയ്യേണ്ട എന്താ, ലെങ്തി, കാൽക്കുലേറ്റീവ് ആൻഡ് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് ആണ്. എങ്ങനെയാണ് നമ്മൾ ഇത് ശീലിച്ചേ റെഡിയാക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഈ ലെങ്തി ക്വസ്റ്റ്യൻസ് പഠിക്കാൻ പറ്റും നമുക്ക്, അങ്ങനെയല്ല. അങ്ങനത്തെ സാധനങ്ങളെ ഫേസ് ചെയ്ത് പഠിക്കാൻ വേണ്ടത്. അതിനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞാൽ ഒരുപാട് ലൈവ് മോക്കുകൾ നടക്കുന്നുണ്ട്, അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള. നമ്മൾ പണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്, PYQ മോക്ക് ചെയ്യാം, ലൈവ് മോക്ക് ചെയ്യണ്ട എന്ന് പറഞ്ഞ് മാറ്റി വെച്ച ഒരുപാട് മോക്ക് ടെസ്റ്റുകളുണ്ട്. അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അത് നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും എന്നുള്ളതിൽ സംശയം വേണ്ട. അങ്ങനെയാണ് ലെങ്തി ആയിട്ടുള്ള കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ട് നമുക്ക് അങ്ങ് അഡ്ജസ്റ്റ് ആവുക. അതുമായിട്ട് നമുക്ക് അങ്ങ് അഡ്ജസ്റ്റ് ആയി പോകാൻ പറ്റുക ആ സമയത്ത് മാത്രം. ഈ പലരും പറയുന്നത് ബാങ്കിന്റെ രീതിയിലേക്കുള്ള ന്യൂമറിക്കൽ എബിലിറ്റി ആണ് ചോദിക്കുന്നതെന്നാണ്. അവിടെ വരെ ഒന്നും പോയിട്ടില്ലെങ്കിൽ പോലും ആ നിലയിലേക്ക് മാറി വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ലൈവ് മോക്കുകൾ അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള, കമ്പാരിറ്റീവ്ലി ബുദ്ധിമുട്ടുള്ള അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ലൈവ് മോക്കുകൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കണം. അത് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് ഇപ്പൊ പഠിച്ച് ഈ CGL വളരെ സ്ട്രോങ് ആയി നോക്കിക്കൊണ്ടിരിക്കുന്ന കുട്ടികളോടാണ് എനിക്ക് ഏറ്റവും മെയിൻ ആയിട്ട് പറയാനുള്ളത്, ലൈവ് മോക്കുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾ ആ PYQ മോക്കുകളെ വിട്ടേക്കുക. നിങ്ങൾക്ക് പറ്റും, നിങ്ങൾ ഇത്രയും കാലം പ്രിപ്പയർ ചെയ്തല്ലേ. PYQ ഒന്നും ഇനി നിങ്ങൾക്കൊരു വിഷയമായിരിക്കില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ലൈവ് മോക്കിനെ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് കാണാം. ഏത് ലൈവ് മോക്ക് ആയിക്കോട്ടെ, എനിക്ക് തോന്നുന്നത് ടെക്സ്റ്റ് ബുക്കിന്റെയും ഒലി ബോർഡിന്റെയും ഒക്കെ ലൈവ് മോക്കുകൾ അത്യാവശ്യം നല്ല ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ്.
അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി അരിത്തമെറ്റിക്കിൽ ഏതൊക്കെ ടോപ്പിക്കുകളിൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കണം എന്നതും കൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം. അതിൽ ഈ പറയുന്നത് ഞാനിപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇതറിയില്ല, ഇന്നിപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതിലുള്ള എന്തെങ്കിലും ഒരു സാധനം അറിയില്ല എന്നുണ്ടെങ്കിൽ അതിന് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കണം. എന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ. ഓക്കെ, അതിലൊരെണ്ണമാണ് ഇൻസ്റ്റാൾമെന്റ്. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇൻസ്റ്റാൾമെന്റും അതുപോലെ തന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഇൻസ്റ്റാൾമെന്റും രണ്ടും നിങ്ങൾ പഠിക്കുക. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ അലിഗേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഇപ്പം പെർസെൻറ്റേജിൽ നിന്നും പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റിൽ നിന്നൊക്കെ അലിഗേഷൻ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അത് ഒന്ന് പ്രോപ്പറായി പഠിക്കാൻ ശ്രമിക്കണം. കുറേ എക്സാമ്പിൾസ് എടുത്ത് ചെയ്യണം. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആ നിലയ്ക്ക് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിൽ റിലേറ്റീവ് സ്പീഡിന്റെയും ട്രെയിനിന്റെയും ക്വസ്റ്റ്യൻസ് നമുക്ക് കൂടുതലായിട്ട് എക്സ്പെക്ട് ചെയ്യാം. ഞാനിത് പറയുന്നത് നമ്മുടെ സെലക്ഷൻ പോസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഐഡിയ വെച്ചിട്ടാണ് കേട്ടോ. ഇനി ടൈം ആൻഡ് വർക്കിൽ ഈ ആൾട്ടർനേറ്റ് ഡേയ്സ് എന്ന് പറയുന്ന ഒരു ഐഡിയ ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമേ വരുള്ളൂ എന്നല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് അത് അറിയില്ലാത്ത ഒരു സാധനമാണ്, അങ്ങ് ഞാൻ കേട്ടിട്ടില്ല എന്നാണെങ്കിൽ അത് നിങ്ങൾ വൃത്തിയായി പഠിച്ചിരിക്കണം. ഇനി മിക്സിങ്, നമ്മളെ മിക്സ്ചർ അലിഗേഷനിലെ മിക്സ്ചറിൽ റീപ്ലേസ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതും ഒരുപാട് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അരിത്തമെറ്റിക്കൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അടുത്തതിലേക്ക് പോകാന്നുള്ളതാണ്. ഇത് മസ്റ്റായിട്ട് നിങ്ങൾ കവർ ചെയ്തിരിക്കുക. ഇത് അവർ കാര്യമായി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അരിത്തമെറ്റിക്കൽ എന്ത് തന്നെ എനിക്ക് പറയാനുള്ളൂ, എക്സ്പെക്ടേഷൻസ് ലോ ആയിട്ട് കീപ്പ് ചെയ്യുക. നിങ്ങൾ 18 അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻസ് ഒരു CGL എക്സാമിന് അല്ലെങ്കിൽ പ്രിലിംസിന് ചോദിക്കുന്നുണ്ടെങ്കിൽ അതിൽ 15 16 ശരിയാക്കിയിരുന്ന ആളാണെങ്കിൽ ഇനി ചിലപ്പോൾ 10 12 ഒക്കെ പറ്റിയുള്ളൂ എന്ന് വരാം. അതിൽ ഡൗൺ ആയി പോരുത്. എല്ലാവരും അങ്ങനെയായിരിക്കും, എല്ലാവരും അതിൽ താഴെ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ഇനി അതിൽ എങ്ങനെ മുകളിലേക്ക് കയറി വരാൻ പറ്റുക, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചും കൂടെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്ത് ശീലിക്കുക. ടൈം ബൗണ്ട് ആയിട്ട് ചെയ്ത് ശീലിക്കുക. ഇനി നമ്മൾ അഡ്വാൻസിലേക്ക് വരുമ്പോൾ അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എല്ലാവരും അഡ്വാൻസ് എന്ന് കേൾക്കുമ്പോൾ ഓക്കെ ഞാൻ 10 കഴിഞ്ഞ് അതൊന്നും കേട്ടിട്ടില്ല, എനിക്കത് അറിയില്ല, എനിക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ട്രൈ ചെയ്യണം. കാരണം കോമ്പറ്റീഷൻ നമ്മൾ വിജയിക്കണമെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിച്ചേ മതിയാവുള്ളൂ. അവിടെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ ഈസി. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ കഴിഞ്ഞ എക്സാം വെച്ച് നോക്കുമ്പോൾ സ്കോർ ചെയ്യാൻ ഈസി എന്താ, അഡ്വാൻസ് മാത്സ് ആണ്. അപ്പോൾ അഡ്വാൻസ് മാത്സ് കുറച്ചും കൂടെ സീരിയസ് ആയി കാണുക, കുറച്ചും കൂടെ സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ നിന്നുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ശരിയാക്കാൻ കഴിയണം. ഞാൻ ഇത് പറയാൻ കാരണം അഡ്വാൻസ് മാത്സിൽ നിങ്ങൾക്ക് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമെങ്കിൽ അത് എന്തായാലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ഇനി നിങ്ങൾക്ക് അത് വായിച്ചിട്ട് അത് ഒന്നിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അവിടെ നമ്മൾ ചകഞ്ഞിരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ടൈം നമുക്ക് അവിടെ സേവ് ആയും കിട്ടും. അരിത്തമെറ്റിക് പോലെ അല്ല. അപ്പോൾ ഇത് നിങ്ങൾ പ്രോപ്പറായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ കോൺഫിഡൻസും കിട്ടും. അഡ്വാൻസ് മാത്സിൽ ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് തരുന്ന കോൺഫിഡൻസ് വേറെ ലെവലായിരിക്കും. അപ്പോൾ അഡ്വാൻസ് മാത്സ് കുറച്ചും കൂടെ കാര്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. എവിടെയൊക്കെ ശ്രദ്ധിക്കണം, അതിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയുന്നത്, നിങ്ങൾ ജോമെട്രിയിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ട്രയാങ്കിളും സർക്കിളും തന്നെയാണ്. ഈ കഴിഞ്ഞ എക്സാമിൽ അത് തന്നെ ചോദിച്ചത്. ഇപ്പൊ ട്രയാങ്കിളിൽ നിങ്ങൾക്ക് സെന്റേഴ്സിലേക്ക് ഒരുപാട് ജോമെട്രിക് സെന്റേഴ്സ് ഉണ്ട്. സെൻട്രോയിഡ്, അതുപോലെ തന്നെ സർക്കം സെന്റർ, ഇൻ സെന്റർ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെപ്പറ്റി, അതുപോലെ തന്നെ ട്രയാങ്കിളിന്റെ കോൺഗ്രുവൻസിയും സിമിലാരിറ്റിയും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇത് നിങ്ങൾ ആദ്യം പ്രോപ്പറായിട്ട് കവർ ചെയ്യണം. എന്നിട്ട് വേണം എക്സ്ട്രാ കാര്യങ്ങൾ പഠിക്കാൻ. ഓക്കെ, അതുപോലെ സർക്കിൾസിലേക്ക് വരുമ്പോൾ സർക്കിളിൽ കോഡ്സും ടാൻജൻസും. ഈ കോഡ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഇന്റർസെക്റ്റിംഗ് കോഡ്സ് ഉണ്ട്. സർക്കിളിനകത്ത് ഇന്റർസെക്ട് ചെയ്യുന്നത്, സർക്കിളിന്റെ പുറത്ത് ഇന്റർസെക്ട് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ അത് ഒന്ന് പ്രോപ്പറായി കവർ ചെയ്യണം. അതുപോലെ തന്നെ ടാൻജന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടു ഈ ടാൻജന്റും അതുപോലെ തന്നെ സീക്കൻറ്റും മീറ്റ് ചെയ്യുന്ന അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പറയാറുണ്ട്. ആ ക്വസ്റ്റ്യൻസും അതിന്റെ ഫിഗേഴ്സും ഒക്കെ ഒന്ന് കറക്റ്റായി മനസ്സിലാക്കി വെക്കണം. അത് ചോദിക്കാൻ സാധ്യത കൂടുതലുള്ളതാണ്. പിന്നെ 2Dയിൽ ബാക്കി വരുന്നതാണ് ട്രപ്പീസിയം, പാരലോഗ്രാം, റോംബസ്. ബാക്കി ഫിഗേഴ്സ് ഉണ്ട്, പക്ഷെ ഇവരെ നിങ്ങൾ ആദ്യം ഒന്ന് കവർ ചെയ്ത് പോകണം. ജോമെട്രിയിൽ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചോളാം. ഇനി നമ്മൾ അൾജിബ്ര ആൻഡ് ട്രിഗ്നോമെട്രിയിലേക്ക് വരുമ്പോൾ അൾജിബ്രയിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് x+1/x എന്ന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ. അതിലെ വലിയ ഓർഡേഴ്സ് ഉണ്ടല്ലോ, ഇപ്പൊ x⁹9 + 1/x⁹9 അല്ലെങ്കിൽ x⁷7 + 1/x⁷7 ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇത് ചോദിച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ അൾജിബ്രയിൽ തന്നെയുള്ള വേറൊരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് ആണ് a² - ab + b². പഠിച്ച ആളുകൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. അപ്പോൾ എവിടുന്ന് വന്നാന്ന് മനസ്സിലായിട്ടുണ്ടാവും, ഇത് എവിടുന്ന് വന്നാന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇതിന്റെ അപ്ലിക്കേഷൻ ലെവൽ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് മിസ്സാക്കി കളയരുത്. ഇനി ട്രിഗ്നോമെട്രിയിലേക്ക് വരുന്ന സമയത്ത് ബേസിക് ഐഡന്റിറ്റീസ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ sin² θ + cos² θ = 1 തുടങ്ങി അടുത്ത sec² θ - tan² θ അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. ട്രിഗ്നോമെട്രിയിൽ വേറെ അതിനെ കളഞ്ഞിട്ട് ചോദിക്കാൻ വേറൊന്നുമില്ല.
അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും എന്ത് എക്സ്പെക്ട് ചെയ്യാം, ബേസിക് ഐഡന്റിറ്റീസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ കോംപ്ലിമെന്ററി ആംഗിൾ എന്ന് പറഞ്ഞ ഐഡിയനെ ബേസ് ചെയ്തിട്ട് ഈ ബേസിക് ഐഡന്റിറ്റീസിൽ തന്നെ ഒരുപാട് ടൈപ്സ് ഉണ്ട് കേട്ടോ. പല ടൈപ്പുകൾ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇനി കോംപ്ലിമെന്ററി ആംഗിൾ എന്നുള്ള ആ ഒരു ഏരിയനെ ബേസ് ചെയ്തിട്ടും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതും നമുക്ക് സ്കോർ ചെയ്യാവുന്ന, എളുപ്പത്തിൽ സ്കോർ ചെയ്യാവുന്ന ഒരു ഏരിയയാണ്. കൺസെപ്റ്റ് അറിഞ്ഞാൽ മതി, നമുക്ക് സ്കോർ ചെയ്യാം. കൺസെപ്റ്റ് അറിയുകയും നമുക്ക് അത്യാവശ്യം ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞാൽ ബാക്കി അങ്ങോട്ടുള്ള ഫോർമുലാസ് ഉണ്ടല്ലോ, ആ ഫോർമുലേനെ ബേസ് ചെയ്തിട്ടുള്ള ഓരോ ടൈപ്പുകളും പിന്നെ ആ കൺസെപ്റ്റുകളും പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. പുതിയ ഏതെങ്കിലും ടൈപ്പുകൾ വരികയാണെങ്കിൽ നമുക്കത് ഡിസ്കസ് ചെയ്ത് പോകാൻ തന്നെ വേണം. അപ്പോൾ ഈ വരുന്ന ദിവസം സെലക്ഷൻ പോസ്റ്റിന്റെ ആൻസർ കീ റിലീസ് ചെയ്യും. ആൻസർ കീ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള മാത്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഈ ചാനലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. നിങ്ങൾക്ക് അതിൽ ഇരിക്കണം, അത് കാണണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അടുത്തത് മെൻസുറേഷൻ ആണ്. ഈ അഡ്വാൻസ് മാത്സിൽ എന്തെങ്കിലും കാൽക്കുലേറ്റീവ് ആക്കണമെന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ അതിനാകെ കാൽക്കുലേറ്റീവ് ആക്കാൻ പറ്റുന്നത് ഈ മെൻസുറേഷൻ മാത്രമാണ്. ബാക്കിയുള്ളിടത്തൊന്നും ഭയങ്കര കാൽക്കുലേഷൻ കൊണ്ടുവരാൻ കഴിയില്ല. അപ്പോൾ അവിടെ നിങ്ങൾ 3D മെൻസുറേഷനിലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതിൽ തന്നെ സിലിണ്ടർ, ക്യൂബ്, പ്രിസം, കോണ്, ഫ്രസ്റ്റത്തിനൊക്കെ ഇക്വേഷൻസ് ഉണ്ട്. ഇക്വേഷൻ ബേസ് ചെയ്ത് തന്നെ പഠിക്കുന്നത് കൂടാതെ ആ കൺസെപ്റ്റും കൂടെ, ഇപ്പം നമ്മൾ ചിലപ്പോൾ എങ്ങനെ പഠിക്കും, ഫ്രസ്റ്റത്തിന്റെ വോളിയം എന്നതാണ്. ആ വോളിയത്തിന്റെ ഇക്വേഷൻ ബ്ലൈൻഡ് ആയിട്ട് പഠിക്കുന്നതിന് പകരം എങ്ങനെ ആ വോളിയം കിട്ടി എന്നുള്ള ഒരു ഐഡിയയും കൂടെ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. അത് നിങ്ങളെ കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്യും. അഥവാ എന്തെങ്കിലും ഔട്ട് ഓഫ് ദ ബോക്സ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയണം. അപ്പോൾ ആ ഒരു ഐഡിയ ഓർത്ത് വെക്കേണ്ടതുണ്ട്. പിന്നെ ഈ കാൽക്കുലേറ്റീവ് ആവും എന്ന് പറയുന്ന സ്ഥലത്തും ഈ മെൽറ്റിംഗ്, റീകാസ്റ്റിംഗ് പോലുള്ള ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഒരു കുറേ ബോൾ മെൽറ്റ് ചെയ്ത് ഒരു ക്യൂബ് ഉണ്ടാക്കി എന്നൊക്കെ പറയുന്ന അതുപോലത്തെ ക്വസ്റ്റ്യൻസിലും, അതുപോലെ കാർവ് ഔട്ട് ചെയ്യുന്ന നമ്മളെ ഒരു സ്ഫിയറിന്റെ അകത്തുനിന്ന് ഒരു സിലിണ്ടർ കാർവ് ചെയ്തെടുത്തു എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ടാങ്കിൽ കുറേ വെള്ളമുണ്ട്, ആ വെള്ളത്തിലേക്ക് നമ്മളൊരു സ്പിയർ ഇട്ട് കഴിഞ്ഞു, ഇട്ടപ്പോൾ അത് ഇത്ര ഹൈറ്റ് പൊന്തി, അങ്ങനെയാണെങ്കിൽ സ്പിയറിന്റെ വോളിയം എത്ര, അല്ലെങ്കിൽ ആ ടാങ്കിൽ എത്ര വെള്ളം ഉണ്ടായിരുന്നു, ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതും നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഇതൊക്കെ കുറച്ച് പഴയ മോഡൽസ് ആണ് കേട്ടോ. അതായത് TCS ലേറ്റസ്റ്റ് ആയിട്ടൊന്നും ചോദിച്ചിട്ടില്ല അങ്ങനെ ഒരുപാട്. അപ്പൊ അതൊക്കെ നമുക്ക് ഇനി എക്സ്പെക്ട് ചെയ്യാം എന്നാണ് പറയുന്നത്. ഇതേ കാര്യങ്ങളൊക്കെ തന്നെ 2023 24 തുടക്കത്തിലാണെന്ന് എൻ്റെ ഓർമ്മ, ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാവും. ആ മാറ്റങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ടൈപ്പുകൾ മാറി പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചാനൽ എടുത്ത് നോക്കാം. ഏകദേശം ഒരു 18K അടുത്ത് വ്യൂസ് വന്നിട്ടുള്ള ഒരു വീഡിയോ ആണത്. ആ വീഡിയോന്റെ അടിയിൽ ഒരുപാട് ആളുകൾ ഭയങ്കരമായിട്ട് വിമർശിക്കുന്നുണ്ട്, ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി അതിനെ കോട്ട് ചെയ്തുകൊണ്ട് മറ്റു പല ചാനലുകളും വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞു അങ്ങനെ ഒന്നും ഒരിക്കലും സംഭവിക്കില്ല, വെറുതെ ഭയം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതാണ്. അന്നേ അത് ചിന്തിച്ചിരുന്ന ആളുകൾക്ക് ഇത്തവണത്തെ CGL ഒരു എന്താ പറയാ, ഒരു വലിയ ഗോൾഡൻ ചാൻസ് ആയിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും. ആ വീഡിയോ കണ്ടിട്ട് ഒരു കുട്ടിയെങ്കിലും ആ വീഡിയോയിൽ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇതേ കാര്യമാണ്, പഴയ പാറ്റേൺസ് ഒക്കെ ഒന്ന് നോക്കി വെച്ചോ, ചിലപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നോക്കി വെച്ച് സെലക്ഷൻ പോസ്റ്റിനും അതുപോലെ തന്നെ CGL-നും പോകാൻ പോകുന്ന ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഗുണം ചെയ്യുന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട. അപ്പൊ ഇനിയെങ്കിലും നിങ്ങൾ ഇതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ശ്രമിക്കുക. ആ വീഡിയോ സംശയമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോന്റെ കമന്റിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്നും കൂടെ എടുത്ത് നോക്കാം കേട്ടോ. ഓക്കെ, അതാണ് അഡ്വാൻസ് മാത്സിൽ എനിക്ക് പറയാനുള്ളത്. ഇനി മിസലേനിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതുവരെ അങ്ങനെ കാര്യമായിട്ട് പ്രിലിംസിന് ചോദിച്ചിട്ടില്ലാത്ത ക്വസ്റ്റ്യൻസ് ഇപ്പോൾ പ്രിലിംസിന് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സാധാരണ ടയർ 1 ചോദിക്കാറില്ല പ്രോബബിലിറ്റി, സ്റ്റാറ്റിസ്റ്റിക്സ്, കോർഡിനേറ്റ് ജോമെട്രി. എന്നാൽ ഇത്തവണ നിങ്ങൾക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം, പ്രോബബിലിറ്റിയും സ്റ്റാറ്റിസ്റ്റിക്സും കോർഡിനേറ്റ് ജോമെട്രിയും എവിടെ, നമ്മുടെ CGL-ന്റെ ടയർ 1 എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കാരണം അത് സെലക്ഷൻ പോസ്റ്റിന്റെ ഡിഗ്രി ലെവലിൽ ചോദിച്ചു. ഇനി സെലക്ഷൻ പോസ്റ്റിന് ഒറ്റ ലെവലേ ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണോ എന്നുള്ളതിലും നമുക്ക് അറിയില്ല. സ്റ്റിൽ നമുക്ക് വെയിറ്റ് ചെയ്തേ അറിയാൻ പറ്റുള്ളൂ. പ്രിലിംസ് കഴിഞ്ഞാലേ നമുക്ക് 100% ഇങ്ങനെയാണെന്ന് പറയാൻ കഴിയുള്ളൂ. എന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കണം, പ്രോബബിലിറ്റി, സ്റ്റാറ്റിസ്റ്റിക്സും കോർഡിനേറ്റ് ജോമെട്രിയും നമ്മൾ പഠിച്ചിരിക്കണം. അതിൽ കോർഡിനേറ്റ് ജോമെട്രി ബേസിക് ലെവലിൽ തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. y = mx + c ഒക്കെ വെച്ചുള്ള ഇക്വേഷൻസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത്. പിന്നെ ഇന്റർസെക്ട് ചെയ്യുന്ന സമയത്തുള്ള കാര്യങ്ങൾ അതൊക്കെയാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. സ്റ്റാറ്റിസ്റ്റിക്സിൽ മീൻ, മീഡിയൻ, മോഡ്, അതുപോലെ തന്നെ വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇത്തരം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. പ്രോബബിലിറ്റിന്റെ കുറെ ടൈപ്പ് ഉണ്ട്, കുറെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. കാർഡുമായി ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ കോയിനായിട്ട് ബന്ധപ്പെട്ടതും അതൊക്കെ ഒന്ന് പ്രോപ്പറായി മനസ്സിലാക്കി ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ മുന്നിൽ ഇനിയുള്ള ടാസ്ക്. അത് കൃത്യമായി മനസ്സിലാക്കി എവിടെയാണോ നിങ്ങൾ വീക്ക്, ഏതാണോ നിങ്ങൾക്ക് അറിയാത്തത്, അതിന് ഫോക്കസ് കൊടുത്തുകൊണ്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിൽ എന്ത് ഹെൽപ്പുകൾ വേണമെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോന്റെ അടിയിൽ കമന്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനൊന്നും നിങ്ങൾ മറന്നു പോകരുത്. കാരണം നിങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. നിങ്ങൾ ആകെ അടയ്ക്കേണ്ട ഫീസ് എന്ന് പറയുന്നത് ഒന്ന് ലൈക്ക് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളെ ലൈക്കുകൾ വരുന്തോറും നമ്മൾ
കൂടുതൽ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഒരിക്കലും നിങ്ങൾക്ക് ദോഷം ചെയ്യില്ല എന്നുള്ളതിൽ ഞാൻ 100% ഉറപ്പ് തരാം. ഇനി നിങ്ങൾക്ക് ഈ പറഞ്ഞതിൽ ഏതെങ്കിലും സ്ഥലത്ത് ക്ലാസ്സുകളായിട്ട് വേണം എന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം. ആ വീഡിയോസ്, ആ ക്ലാസ്സുകൾ നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചുള്ള ക്ലാസ്സുകൾ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിലും ഫ്രാങ്കായിട്ട് നിങ്ങൾ പറഞ്ഞോളാം. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാനൽ റൺ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ കഴിയട്ടെ. ഹാപ്പി ലേണിംഗ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്.